കടലിളകി വന്നാലും താനാണ് കേമൻ എന്ന നിലപാടിൽ കുലുക്കമില്ലാത്തവർ. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. സകലതിനോടും പുച്ഛം, താനൊഴിച്ച് മറ്റാർക്കും വിവരമില്ലെന്ന തോന്നൽ. കക്ഷിയുടെ ഒരു പ്രൊഫഷൻ അവൻ പണ്ടേ സിനിമയിൽ ഒരു കോമാളിയാണ്, മസിലുണ്ടെന്നേ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഞങ്ങളൊക്കെ എത്ര കാലമായിട്ട് കളിയാക്കി കൊന്നുകൊണ്ടിരിക്കുന്നത് മണ്ടന. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ നല്ലവരായ രണ്ടാൾക്കാരേ ഉള്ളൂ. ആരൊക്കെയാ? ഒന്ന് ഞാനും ഒന്ന് നീയും ഉള്ളത്. മീശവിരിപ്പൻ ഫ്യൂഡൽ ചിന്താഗതിയിൽ അഭിരമിക്കുന്ന മാടമ്പി എന്ന് പണ്ടേയുണ്ട് സംവിധായകൻ രഞ്ജിത്തിന് പേരുദോഷം. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ചലച്ചിത്രോത്സവത്തിന്റെ സമാപന വേദിയിൽ ഒരൽപ്പം വിമർശനം ഉയർന്നപ്പോൾ വിഖ്യാത സംവിധായകൻ നടത്തിയ വാചക കസർത്ത് ഇങ്ങനെയായിരുന്നു. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. പൂവലൊന്നും പുത്തരിയല്ല. 1976 SFI തുടങ്ങിയതാണ് ജീവിതം. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. തെറ്റുകാരനെന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ മാറി നിൽക്കാനുള്ള വിവേകം സ്വയം തോന്നണ്ടേ? ഈ ചോദ്യങ്ങളെല്ലാം ഉയരുമ്പോഴും മിണ്ടാട്ടമില്ല രഞ്ജിത്തിന്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി കൊടുത്തവർ വീണ്ടും പരാതിപ്പെട്ടാൽ കേസെടുക്കാമെന്ന് പറഞ്ഞ് വേട്ടക്കാർക്ക് വെയിലുകൊള്ളാതെ മന്ത്രി കുടപിടിക്കുമ്പോൾ ആ തണലിൽ സുരക്ഷിതരാവുകയാണ് സംവിധായകൻ രഞ്ജിത്തും. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.